2026 മെയ് 18-ാം തീയതി കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി ശ്രീമാൻ വി ഡി സതീശൻ അധികാരം ഏറ്റെടുത്തു. അവിശ്വസനീയമായ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നതിനേക്കാൾ അത്ഭുതകരമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്നായിരിക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്. അതിന് കാരണം പല രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ ഇന്നത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഒരു വലിയ രീതിയിലുള്ള ഉപജാപ പ്രവർത്തനങ്ങളും ഗ്രൂപ്പ് വടംവലികൾക്കും ശേഷമാണ് സതീശൻ മുഖ്യമന്ത്രിയായത്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻമന്ത്രി ആയിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല എന്നിവരായിരുന്നു സതീശന്റെ ഏറ്റവും അടുത്ത എതിരാളികൾ. ഒടുവിൽ സതീശന് മറക്കു വീണു. അത് ഏത് വിധത്തിൽ നോക്കിയാലും അതിശയിപ്പിക്കുന്ന കാര്യമായിരുന്നു. കാരണം സതീശന് അസംബ്ലിയിൽ MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ ഇല്ല. സതീശനേക്കാൾ സാമുദായികമായ പിന്തുണ ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കൂടുതൽ സാധ്യതകൾ കൽപ്പിച്ചിരുന്നു. എങ്കിലും ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തി. ഇത് കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ 1960 നടന്ന തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് ഉണ്ടായ രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി വളരെയധികം ബന്ധമുള്ളതായിട്ട് കാണാം. അതിന് പറയാനുള്ള ഒരു കാരണം, അന്നും 63 സീറ്റായിരുന്നു കോൺഗ്രസിന് കിട്ടിയത്. കോൺഗ്രസിന് ഇത്ര MLA-മാരുണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയായത് ശ്രീ പട്ടംതാണുള്ളായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പട്ടത്തിനെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള ധാരണ അതിനു മുമ്പേ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പട്ടം മുഖ്യമന്ത്രിയായി 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടത്തിനെ രാജിവെപ്പിക്കേണ്ടി വന്നു. അദ്ദേഹം പഞ്ചാബ് ഗവർണറായിട്ട് പോയി. അപ്പോ അന്ന് മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചത് PT ചാക്കോയായിരുന്നു, കോൺഗ്രസിന്റെ നേതാവ്. അദ്ദേഹം ആയില്ല. പകരം R ശങ്കറാണ് ആയത്. ചാക്കോ മന്ത്രിയായിട്ട് തുടർന്നു. ഒടുവിൽ ഒരു തൃശ്ശൂരിനടുത്തുണ്ടായ ഒരു കാർ അപകടത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളും അതിനെ തുടർന്നുണ്ടായ ഗ്രൂപ്പ് വടംവലികളിലും പെട്ട് ചാക്കോ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉണ്ടായ പ്രത്യേക സാഹചര്യങ്ങളിൽ കേരളത്തിന്റെ ഒരു പ്രധാന രാഷ്ട്രീയ കക്ഷി രൂപം കൊള്ളുകയും അതിനു മുമ്പായിട്ട് തന്നെ ചാക്കോ മരണപ്പെടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ
സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്നത്. സതീശന് അസംബ്ലിയിൽ MLA-മാരുടെ ഭൂരിപക്ഷമില്ല, എങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായി. അതുപോലെ അതിശക്തനായ ഒരു നേതാവിനെ മറികടന്നുകൊണ്ടാണ് KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്. എന്നിട്ടും അദ്ദേഹത്തിനെ മറികടക്കാൻ സതീശന് സാധിച്ചെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ മിടുക്കുകൊണ്ട് മാത്രമാണ്. അതുപോലെ സാമുദായികമായിട്ടുള്ള പിന്തുണയും പ്രത്യേകിച്ച് NSS, മറ്റു ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ, ഇവരുടെയൊക്കെ പിന്തുണ അകമഴിഞ്ഞ് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നെങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ പറ്റിയില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പട്ടം താണുള്ള 1960 മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനല്ലായിരുന്നു, PSP-കാരൻ. PSP എന്നുള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. അതുപോലെ പിന്നീട് ശങ്കറാണ് മുഖ്യമന്ത്രിയായെങ്കിലും അദ്ദേഹത്തിന് അസംബ്ലിയിൽ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ഭൂരിപക്ഷം എന്നുദ്ദേശിച്ചത് കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ ഇല്ലായിരുന്നു. ഇതേ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്നത്. ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയില്ലാത്ത സതീശൻ ഹൈക്കമാൻഡിന്റെയും MLA-മാരുടെയും പിന്തുണയുള്ള വേണുഗോപാൽ, സമുദായ പിന്തുണകൾ ഉള്ള മുതിർന്ന നേതാവെന്ന പരിഗണനയുള്ള രമേശ് ചെന്നിത്തല. അപ്പോൾ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ സമീപഭാവിയിൽ തന്നെ ഒരു രാഷ്ട്രീയമായ അസ്ഥിരത്വം, അത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്, കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും കണ്ടതാണ്. അത് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും അതിനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഒത്തുവന്നിട്ടുണ്ട്. എങ്കിലും ഒരു സ്ഥിരതയുള്ള ഗവൺമെന്റിന് വേണ്ടി നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ രീതിയിലുമുള്ള പിന്തുണയോടെ സതീശൻ മുഖ്യമന്ത്രിയെ തുടരട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ.